എപ്പിസോഡിന്റെ തുടക്കത്തിൽ തന്നെ ആ ഒരു അമ്മൂമ്മ അത് ചാടി വന്ന് ഇപ്പൊ കാക്കാഷിയെ തൊഴിച്ചെറിയാണ്. കാക്കാഷിക്കാണ് മനസ്സിലാവില്ല നിങ്ങൾക്ക് എന്താ വേണ്ടതെന്ന് അമ്മൂമ്മയോട് ചോദിക്കുമ്പോ അമ്മൂമ്മ വീണ്ടും കറങ്ങി വന്ന് അവനെ ഇട്ടിക്കാൻ റെഡിയായിട്ട് നിൽക്കും. അത് കണ്ട് കുട്ടപ്പനാവട്ടെ ഇപ്പൊ ചാടിക്കറങ്ങി അമ്മൂമ്മയെ ബ്ലോക്ക് ചെയ്യും. കാക്കാഷിയുടെ നേർക്ക് നിന്ന് പറയും, നീ ഒറ്റൊരുത്തൻ കാരണമാണ് എന്റെ പേരക്കുട്ടി അവൻ ഈ അവസ്ഥയിലായത്. അവനെ തകർത്തത് നീയാണെന്ന് പറയുമ്പോ കാക്കാഷി പേടിച്ചു പറയും, അയ്യോ അല്ല അല്ല, നിങ്ങൾ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്, ഞാൻ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. അപ്പൊ അപ്പൂപ്പൻ അങ്ങോട്ട് നടന്നു വരും. എന്നിട്ട് അമ്മൂമ്മയുടെ മുമ്പിൽ കയറി നിന്ന്, നീ ശ്രദ്ധിച്ചു നോക്ക്, ഇത് തന്നെയാണോ നിന്റെ മകൻ മരിക്കാൻ കാരണക്കാരനായ ആ ഒരു വില്ലൻ ചോദിക്കുമ്പോ അമ്മൂമ്മയാവട്ടെ ഇപ്പൊ കറക്റ്റായിട്ട് കാക്കാഷിയെ നോക്കാൻ തുടങ്ങും. അമ്മൂമ്മ പറയും, അവന്റെ അതേ മുഖസാദൃശ്യമാണ് ഇവനും ഉള്ളത്, പക്ഷെ ഇവനല്ലവൻ, എനിക്ക് തെറ്റുപറ്റി എന്നൊക്കെ പറഞ്ഞ് അമ്മൂമ്മയാവട്ടെ ഇപ്പൊ കുലുങ്ങി കുലുങ്ങി ചിരിക്കാൻ തുടങ്ങും. അത് കണ്ട് അപ്പൂപ്പനാവട്ടെ ഇപ്പൊ കാക്കാഷിയോടും കുട്ടപ്പനോടും സോറി പറയാൻ തുടങ്ങും. അങ്ങനെ അവരെല്ലാവരും ചിരിച്ചോണ്ട് നിൽക്കുമ്പോ ഇവിടെ കങ്കൂറ ആവട്ടെ വേദന സഹിക്കാനാവാതെ ഇപ്പൊ കരയാൻ തുടങ്ങും. അത് കണ്ട് സാക്കുറ ഇപ്പൊ കങ്കൂറയെ ടെസ്റ്റ് ചെയ്തതിന് ശേഷം കുട്ടപ്പനോടും കാക്കാഷിയോടും പറയും, കങ്കൂറയുടെ കാര്യം അത് ഞാൻ നോക്കിക്കോളാം, നിങ്ങൾ എത്രയും പെട്ടെന്ന് ബാക്കി കാര്യങ്ങള് അത് ചെയ്യാൻ തുടങ്ങണം. അമ്മൂമ്മയാവട്ടെ ഇപ്പൊ പുറത്തേക്ക് ഇറങ്ങുമ്പോ സാക്കുറെ തുറിച്ചു നോക്കും. എന്നിട്ട് ക്യാഷ്വലായിട്ട് ചിരിച്ചിട്ട്, എന്നെ കൊണ്ട് പറ്റാത്തത് എന്താണ് ഇവൾക്ക് സാധിക്കുക? സാക്കുറ ഉടനെ ഇപ്പൊ ടോർച്ചൊക്കെ അടിച്ച് അവന്റെ കണ്ണ് ചെക്ക് ചെയ്യും. അവന്റെ വായിലേക്ക് വിരലുകളിട്ട് എന്തൊക്കെയോ ടെസ്റ്റ് ചെയ്യുമ്പോ ബാക്കിയുള്ള മെഡിക്കൽ നിഞ്ച സാക്കുറയോട്, നീ ആരാണ്, നിനക്കിതൊക്കെ അറിയുമെന്ന് ചോദിക്കും. അതിന് അവള് പറയും, പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഞാൻ ലീഫ് വില്ലേജിലെ ഒരു മെഡിക്കൽ നിഞ്ചയാണ്. അവള് കൈവച്ച് അവളുടെ ചെവി വെച്ച് ഇപ്പൊ അവന്റെ നെഞ്ചിടിപ്പ് അത് ശ്രദ്ധിക്കാൻ തുടങ്ങും. സാക്കുറ പറയും, ആ ഒരു പോയിസൺ അത് കങ്കൂറയുടെ ഓരോ സെല്ലുകളെ ആയിട്ട് ഇപ്പൊ തിന്നുകൊണ്ടിരിക്കുകയാണ്. കങ്കൂറയുടെ മസിൽസിനെ പോലും അതിപ്പോ തകർത്ത് കളഞ്ഞിരിക്കുകയാണെന്ന് പറയുമ്പോ അവിടെയുള്ള മെഡിക്കൽ നിഞ്ചാസ് ആവട്ടെ വണ്ടർ അടിച്ചു പോവും. എത്രയും പെട്ടെന്ന് ഇവൻ ആന്റിഡോട്ട് കൊടുത്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഇവൻ മരിച്ചു പോവും. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ഞാനിപ്പോൾ പറയുന്നത് പോലെ തന്നെ കറക്റ്റായിട്ട് ചെയ്യണം. കട്ട് ചെയ്താ ഇവിടെ അക്കാഡ്സൊക്കെ ടീം അവരാവട്ടെ അവരുടെ ജിപ്സ് ഉപയോഗിച്ചുകൊണ്ട് ഇപ്പൊ ഗാരയുടെ പവർ അത് പതിയെ പതിയെ അബ്സോർബ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഇവിടെ സാക്കുറ അവൾ ഒരുപാട് കഷ്ടപ്പെട്ട് ഇപ്പോൾ ഒരു മെഡിസിൻ കണ്ടുപിടിക്കും. അതൊരു ബോളാക്കി മാറ്റി അവൾ കയ്യിലെടുത്ത് എല്ലാവരോടും പറയും, കങ്കൂറെ മുറുക്കി പിടിക്കുക, ഈ ഒരു മെഡിസിൻ കൊടുക്കുമ്പോൾ തീർച്ചയായിട്ടും അവൻ റിയാക്ട് ചെയ്യും. അങ്ങനെ എല്ലാവരും ചേർന്ന് ഇപ്പൊ കങ്കൂറെ ഇറുക്കി പിടിക്കുമ്പോ അവളാവട്ടെ ആ ഒരു ബോൾ വെച്ച് കങ്കൂറയുടെ ചെസ്റ്റിൽ തന്നെ ഇപ്പൊ അമർത്താൻ തുടങ്ങും. അവൻ വേദന എടുത്ത് അലറിക്കരഞ്ഞ് അവിടുന്ന് ഓട്ടാൻ ശ്രമിക്കും. പക്ഷെ എല്ലാവരും ചേർന്ന് അവനെ പിടിച്ചു വെക്കും. ഇവൾ ഒരു സൈഡിലൂടെ ആ ഒരു വെള്ളം അതവന്റെ ബോഡി പ്രസ് ചെയ്യുമ്പോ അടുത്ത സൈഡിലൂടെ ആ ഒരു പോയിസൺ അത് പതിയെ പതിയെ ഇപ്പൊ പുറത്തേക്ക് വരും. സാക്കുറ അത് കയ്യിൽ അബ്സോർബ് ചെയ്യുമ്പോ ടെമറി ചോദിക്കും, ഇതാണോ ആ ഒരു പോയിസൺ? സാക്കുറ അതേന്ന് പറഞ്ഞ് ആ ഒരു പോയിസൺ ഇപ്പൊ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാൻ തുടങ്ങും. ഇവിടെ കാക്കാഷി ആവട്ടെ പുറത്തിരുന്ന് ഹായ് ആയിട്ട് ആ ഒരു ബുക്ക് അതിപ്പോഴും വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ കുട്ടപ്പൻ ചോദിക്കും, ഈ അമ്മൂമ്മയുടെ മകനെ കൊന്ന ആ ഒരു വൈറ്റ് ഫാങ്കോ അതാരാണെന്ന് ചോദിക്കുമ്പോ കാക്കാഷി പറയും, അത് പറയാൻ എനിക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്, എങ്കിലും ഞാനത് പറയാം, അത് മറ്റാരുമല്ല എൻ്റെ പപ്പയാണെന്ന് പറയുമ്പോ ആ വയസ്സൻ അപ്പൂപ്പനും അമ്മൂമ്മയും കുട്ടപ്പനും ഒരു സെക്കൻഡ് ഫ്രീസായിട്ട് ഇപ്പൊ കാക്കാഷിയെ നോക്കി നിൽക്കും. ഇവിടെ സാക്കുറ ആന്റിഡോട്ട് കണ്ടെത്തി കറക്റ്റായിട്ട് കങ്കൂറയുടെ ബോഡിയിലുണ്ടായിരുന്ന എല്ലാ പോയിസണും ഇപ്പൊ പുറത്തെടുക്കും. അവള് പറയും, ഇനി പേടിക്കാനില്ല, അവൻ സേഫാണ്. ടെമരിക്ക് ഒരുപാട് സന്തോഷമായിട്ട് അവള് ശ്വാസം നേരെ വിട്ട് അവിടെ ഒരു മൂലയ്ക്ക് പോയിരിക്കും. കുട്ടപ്പനാണ് ഭയങ്കര ഹാപ്പി. സാക്കുറ നീ കലക്കി എന്നൊക്കെ പറഞ്ഞ് ഇപ്പൊ അവക്ക് ഷെയ്ക്കാൻ്റെ കൊടുക്കും. അപ്പൊ സാക്കുറ പറയും, ട്രീറ്റ്മെന്റ് കംപ്ലീറ്റ് ആയിട്ടില്ല, അവൻ ഇനിയും ഒരു ആന്റിഡോട്ട് കൂടെ കൊടുക്കാൻ ബാക്കിയുണ്ട്. അപ്പൊ സാക്കുറ പറയും, ഈ ഒരു ട്രിപ്പ് ബാൻഡേജ് അതൊക്കെ ചേഞ്ച് ചെയ്യണം, എന്നിട്ട് ഞാൻ പറയുന്ന പുതിയ മെഡിസിൻസ് അവന് കൊടുക്കണമെന്ന് പറയുമ്പോൾ നമ്മുടെ മുത്തശ്ശി ആവട്ടെ സാക്കുറയുടെ കൈ പിടിച്ച് പറയും, നിന്നെ കാണുമ്പോ എനിക്ക് ഓർമ്മ വരുന്നത് ലേഡി സുനൈരിനെയാണ്. അതിന് സാക്കുറ പറയും, ആ ലേഡി സുനൈരി തന്നെയാണ് എൻ്റെ മാസ്റ്റർ, ലീഫ് വില്ലേജിലെ ഹൊക്കാഗെ. സാക്കുറ ഒരു ലിസ്റ്റ് എടുത്ത് കാണിച്ച്, എത്രയും പെട്ടെന്ന് ഈ ലിസ്റ്റിലുള്ള മരുന്ന് അതിവിടേക്ക് എത്തിക്കണം. അമ്മൂമ്മയ്ക്ക് അതൊക്കെ കാണുമ്പോ ഇപ്പൊ ഒരുപാട് സന്തോഷാവും. അതേ സമയത്ത് ലീഫ് വില്ലേജിൽ നിന്ന് അടുത്തൊരു ലെറ്ററുമായിട്ട് ടക്കമൊരു പക്ഷി ഇപ്പൊ സാൻഡ് വില്ലേജിലെത്തും. ആ ഒരു ലെറ്റർ അത് തുറന്നു നോക്കുമ്പോ നമ്മുടെ ആൾക്കാർക്ക് സഹായമായിട്ട് മൈഗയുടെ ടീം കൂടെ ഇപ്പൊ സാൻഡ് വില്ലേജ് ലക്ഷ്യമാക്കി വരുന്നുണ്ട് എന്നായിരിക്കും ഉണ്ടാവുക. കുട്ടപ്പനാണെങ്കിൽ അത് കണ്ട് ഭയങ്കര ഹാപ്പി. കാരണം 2.5 വർഷമായി അവൻ എല്ലാവരെയും കണ്ടിട്ട്. കുട്ടപ്പൻ ഉടനെ
ആ ഒരു ലെറ്ററും തട്ടിപ്പറിച്ച് അവിടുന്ന് ഓടാൻ തുടങ്ങും. അവര് വരും മുൻപേ നമ്മുടെ ടീം തന്നെ അക്കാസ്കിയെ കണ്ടുപിടിക്കണമെന്ന് പറയുമ്പോ കാക്കാഷി ആവട്ടെ അവനൊന്നും മനസ്സിലാവില്ല. കുട്ടപ്പ, നീ എവിടേക്കാ ഓടുന്നേ? നമുക്ക് ഈ നിമിഷം വരെ അക്കാസ്കി ഓർഗനൈസേഷനെ കുറിച്ച് യാതൊരു ഇൻഫർമേഷനും കിട്ടിയിട്ടില്ല. വെറുതെ ഗ്രാമത്തിന് ചുറ്റും ഓടിയിട്ട് യാതൊരു കാര്യമില്ലാന്ന് പറയുമ്പോ കുട്ടപ്പനാവട്ടെ ഇപ്പൊ ചമ്മി തല താഴ്ത്തി തിരികെ വരും. അപ്പൊ കങ്കൂറ ഈ ആന്റിഡോട്ടൊക്കെ എടുത്ത് അവന് ബോധം തിരികെ കിട്ടും. ടെമരി അവന്റെ അടുത്തേക്ക് വരുമ്പോ കങ്കൂറ ആവട്ടെ അവളോട് സോറി പറയും. അതിനവൾ ദേഷ്യപ്പെട്ട് ഒന്നും മിണ്ടണ്ട, തൽക്കാലം നീ റെസ്റ്റ് ചെയ്യ്. ഇവിടെ കാക്കാഷി മാസ്റ്ററിനോട് ചോദിക്കും, കങ്കൂറയ്ക്ക് പരിക്കേറ്റ് വീണ ആ ഒരു സ്ഥലത്തേക്ക് എന്നെ കൊണ്ടുപോകണം. ഞങ്ങളുടെ കയ്യിലുള്ള ട്രാക്കിംഗ് യൂണിറ്റ് വെച്ച് ഞങ്ങൾ അവരെ കണ്ടുപിടിക്കാൻ പറ്റുമോന്ന് ഒന്ന് ശ്രമിക്കട്ടെ എന്ന് കാക്കാഷി പറയുമ്പോ അത് മാസ്റ്ററിന് അത്ര അങ്ങോട്ട് പിടിക്കില്ല. അപ്പൊ ഗാറ പറയും, അതിന്റെ ഒന്നും ആവശ്യമില്ല. എന്റെ പപ്പടുകൾ അവരെ കൊണ്ടുവരികയാണെങ്കിൽ അവരെ ഉപയോഗിച്ച് തീർച്ചയായിട്ടും ഇൻഫർമേഷൻ കളക്ട് ചെയ്യാൻ കഴിയും. ഇവിടെ സാക്കുറ ആവട്ടെ സാൻഡ് വില്ലേജിലെ ലാബ് കണ്ട് ഇപ്പൊ വണ്ടടിക്കും. അവിടെ അവര് വളർത്തുന്ന ഔഷധ ചെടികള് അത് കണ്ട് ഇപ്പൊ സാക്കുറയ്ക്ക് ഒരുപാട് അത്ഭുതമാവും. കങ്കൂറയുടെ പപ്പടുകൾ അവിടേക്ക് കൊണ്ടുവരുമ്പോ കങ്കൂറ പറയും, അവര് 2 പേരുണ്ടായിരുന്നു. അതിലൊരാള് എന്നെ അറ്റാക്ക് ചെയ്തു, മറ്റൊരാള് ഗാറെ തൂക്കിയെടുത്ത് എവിടേക്കോ കൊണ്ടുപോയി. അവരെ കണ്ടുപിടിക്കാനുള്ള ഒരു ക്ലൂ എന്റെ കയ്യിലുണ്ടെന്ന് പറഞ്ഞ് പപ്പടിന്റെ കയ്യില് സാസുരിയുടെ ഒരു കീറിയ വസ്ത്രമുണ്ട്. അതെടുത്ത് ഇപ്പൊ അവൻ കാക്കാഷിയുടെ കയ്യിൽ കൊടുക്കും. കങ്കൂറ വീണ്ടും ഇപ്പൊ വേദന എടുത്ത് പൊളയുമ്പോഴായിരിക്കും തൊട്ടു മുമ്പിൽ നിൽക്കുന്ന കുട്ടപ്പനെ കാണുക. ടെമരി പറയും, അത് പഴയ നറൂട്ടോ ആണ്, നമ്മളെ സഹായിക്കാനായി ഇവിടേക്ക് എത്തിയതാണ്. കങ്കൂറ ഒരു സെക്കൻഡ് ഇപ്പൊ കുട്ടപ്പനെ കണ്ട് ഷോക്കായി. നറൂട്ടോ ഉസുമാക്കി, എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല, നീ ഇത്രയും വളർന്നോ? ആ സമയത്ത് കാക്കാഷി ആവട്ടെ സമറിൻ ജിപ്സ് ഉപയോഗിച്ചുകൊണ്ട് ഫക്കൂണിനെയും കൂട്ടരെയും അവിടെ വിളിച്ചു വരുത്തും. ഫക്കൂൺ പട്ടി ആവട്ടെ ഇപ്പൊ കുട്ടപ്പനെ കണ്ട ഉടൻ ഹാപ്പി ആയിട്ട് കുട്ടപ്പനോട് സംസാരിക്കാൻ തുടങ്ങും. അത് കണ്ട് കാക്കാഷി പറയും, കുശലമൊക്കെ പിന്നെ പറയാം, ആദ്യം ഒരു മിഷൻ ഉണ്ട്. ഈ ഒരു തുണിക്കഷ്ണം അത് സ്മെല്ല് ചെയ്ത് ഇവരിപ്പോ എവിടെയാ ഉള്ളതെന്ന് എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കണമെന്ന് പറയുമ്പോ ഫക്കൂൺ പട്ടിയും കൂട്ടരും ആവട്ടെ അത് സ്മെല്ല് ചെയ്ത് ഇപ്പൊ 100-110 പുറത്തേക്ക് ഓടാൻ തുടങ്ങും. അമ്മൂമ്മയാവട്ടെ ഇപ്പൊ കങ്കൂറയുടെ അടുത്തേക്ക് വന്ന്, നീ ശരിക്കും കണ്ടോ അത് റെഡ് സെൻസ് ആസുര തന്നെയാണോ ചോദിക്കുമ്പോ അതിന് കങ്കൂറ പറയും, അതെ, അത് അവര് തന്നെയാണ്. കട്ട് ചെയ്താ അവള് കറക്റ്റായിട്ട് ഈ ആന്റിഡോട്ട് കണ്ടുപിടിക്കും. അത് കങ്കൂറയ്ക്ക് കുടിക്കാനും കൊടുക്കും. മാസ്റ്റർ ബാക്കി പറയും, നിങ്ങൾ എല്ലാവരും ഇപ്പൊ പോയി റെസ്റ്റ് ചെയ്യണം. അതിന് കുട്ടപ്പൻ, റെസ്റ്റ് ചെയ്യാനൊന്നും പറ്റില്ല, ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ഗാറെ കണ്ടുപിടിക്കണം. അത് കേട്ട് കാക്കാഷി ദേഷ്യപ്പെട്ട് പറയും, ഫക്കൂൺ പട്ടിക്കുട്ടി അവൻ വരണമെങ്കിൽ തീർച്ചയായിട്ടും ഒരു ദിവസമെങ്കിലും വേണം. അതുകൊണ്ട് നാളെ മാത്രമേ നമുക്ക് ഇൻവെസ്റ്റിഗേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ കഴിയൂ. അതുകൊണ്ട് ഇപ്പോ നീ തീർച്ചയായിട്ടും റെസ്റ്റ് എടുത്തേ തീരൂ. കുട്ടപ്പൻ പതിയെ അവൻ മുമ്പോട്ട് നടക്കുമ്പോ ഗാറ പറഞ്ഞ ഓരോ കാര്യങ്ങളും അവൻ ഓർക്കാൻ തുടങ്ങും. ഗാറയുടെ ചെറുപ്പത്തില് അവൻ ആരെയും തന്നെ ഇഷ്ടമല്ലായിരുന്നു. കങ്കൂറയോട് പോലും അവന് വെറുപ്പായിരുന്നു. പിന്നീട് പതിയെ പതിയെ അവന്റെ മനസ്സിനുണ്ടായ മാറ്റം മാത്രമല്ല, ഗ്രാമത്തിനു വേണ്ടി മാത്രം ജീവിക്കാൻ തയ്യാറായ അവന്റെ മനസ്സ് എന്നിങ്ങനെ ഒരുപാട് കാര്യങ്ങള് കുട്ടപ്പൻ ആലോചിച്ചുകൊണ്ടിരിക്കും. ഇവിടെ കങ്കൂറയും അവസാനമായിട്ട് ഗാറ പറഞ്ഞ കാര്യങ്ങള് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഗാറയും കുട്ടപ്പനും അവര് 2 പേരും ഏകദേശം ഒരുപോലെ തന്നെയാണ്. കങ്കൂറ ആവട്ടെ ഇപ്പൊ നടന്നു പോകുന്ന കുട്ടപ്പനെ വിളിക്കും. എന്നിട്ട് കുട്ടപ്പനോട് ചോദിക്കും, നീ എങ്ങനെയെങ്കിലും എന്റെ സഹോദരൻ ഗാറയെ എനിക്ക് തിരികെ കൊണ്ടുവന്ന് തരില്ലേ? അതിന് കുട്ടപ്പൻ പറയും, തീർച്ചയായിട്ടും, ഞാനാണ് വരുംകാല ലീഫ് വില്ലേജിലെ ഹൊക്കാകെ. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ കസിക ഗാറയെ ഞാൻ തന്നെ കണ്ടുപിടിക്കും. നറൂട്ടോ കുട്ടപ്പന്റെ ഈ ഒരു വാക്ക് കേട്ട് എല്ലാവരും ഹാപ്പി ആയിട്ട് നിൽക്കുന്നതോടു കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.